എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 97ാമത്തെ ശ്ലോകം നോക്കാം. അതിൽ ഭഗവാന്റെ ബാക്കി കല്യാണങ്ങളും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 3 കല്യാണങ്ങളുടെ കഥ കേട്ടു അല്ലേ. അഷ്ടമഹിഷിമാരുള്ളത് ആണ് ഉള്ളത് ഭഗവാന്. പിന്നെ ഒരു 16,000 വേറെയും ഉണ്ട് എന്നല്ലേ പറയണത്. അപ്പോൾ രുക്മിണിയുടെയും സത്യഭാമയുടെയും ജാമ്പവതിയുടെയും കല്യാണങ്ങളെപ്പറ്റി നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കല്യാണങ്ങളെപ്പറ്റി ആദ്യത്തെ 2 പാദത്തിൽ പറയണു. പിന്നെ 3-ാമത്തെ പാദത്തിൽ 3-ഉം 4-ഉം പാദങ്ങളിൽ ശ്രീനാരദ മഹർഷി സന്ദർശനം നടത്തി ദ്വാരകയിൽ. ഈ ഭഗവാൻ എങ്ങനെയാണ് ഇത്രയും പത്നിമാരെ മേച്ചുകൊണ്ട് നടക്കണത് എന്നറിയാൻ വേണ്ടി ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു പോക്ക് പോയിട്ട് ചക്രം തിരിഞ്ഞു എന്നാണ് പൂന്താനം പറയണത്. അത് കേൾക്കാം. അതും ആ കഥയും ആണ് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ പറയണത്. അത് നോക്കാം. മൈക്കണ്ണിമാർകൾ 16 സഹസ്രമൊന്നിച്ചുൽക്കണ്ഠയാ തദനു ഭൗമഗൃഹേ ലഭിച്ചാൻ അക്കൗശലങ്ങളറിയാഞ്ഞു മുനീന്ദ്രനും പോയി ചക്രം തിരിഞ്ഞു ഭവനങ്ങളിലെന്നു കേൾപ്പൂ. ഭഗവാന്റെ 5 കഥകളും 5 കല്യാണ കഥകൾ ഇതിൽ പറയണില്ല. എന്നാലും ഒന്ന് സൂചിപ്പിക്കാം ഞാൻ. വിഷ്ണു ഭഗവാൻ ഭർത്താവായി വരണം എന്നാഗ്രഹിച്ച് തപസ് ചെയ്തിരുന്ന സൂര്യപുത്രിയായ കാളിന്തിയെ ഭഗവാൻ വിവാഹം കഴിച്ചു. അതുപോലെ അവന്തിയിലെ രാജാക്കന്മാരായ വിന്ദൻ അനുവിന്ദൻ എന്ന് പറഞ്ഞിട്ട് 2 രാജാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ സഹോദരിയായിരുന്നു മിത്രവിന്ദ എന്ന പേരായിട്ട് ഒരു കുട്ടി. ആ കുട്ടിയെ ഈ വിന്ദനും അനുവിന്ദനും മിത്രവിന്ദയുടെ സ്വയംവരം നടത്താൻ തീരുമാനിച്ചു. കൃഷ്ണനെ വേണം എന്നായിരുന്നു മിത്രവിന്ദയുടെ ആഗ്രഹം. പക്ഷേ അവർക്കത് ആഗ്രഹമില്ല, മറ്റേ സഹോദരന്മാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്തു ഭഗവാൻ? അവളുടെ സ്വയംവര സമയത്ത് ചെന്നിട്ട് അവളെ അപഹരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ അയോധ്യാധിപതിയായ നഗ്നജിത്ത് എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം മകളായ സത്യ എന്നൊരു മകള്, നഗ്നജിതി എന്നും പറയും, ഒരു മത്സരം നിശ്ചയിച്ചു. ആ മത്സരത്തിൽ ഏതൊക്കെ രാജാക്കന്മാർ വന്നിട്ടും ജയിച്ചില്ല. അവസാനം അത് ആ അയോധ്യ രാജാവിന് തന്നെ അറിയാമായിരുന്നു. ആ ഉറപ്പിച്ചേക്കുന്ന ആ മത്സരത്തിൽ ഭഗവാനല്ലാതെ വേറെ ആരും ജയിക്കില്ല എന്ന്. അതിന് കണക്കാക്കിയുള്ള മത്സരമാണ് നിശ്ചയിച്ചിരുന്നത്. ഒരു രാജാക്കന്മാരും അതിൽ ജയിച്ചില്ല. എല്ലാവരും തോറ്റു തുന്നം പാടി. നഗ്നജിതിയെ ഭഗവാൻ തന്നെ ആ മത്സരത്തിൽ നിഷ്പ്രയാസം വിജയിച്ചിട്ട് സ്വന്താക്കി. അതുപോലെ പിതൃസഹോദരിയാണ് ശ്രുതകീർത്തി. ഭഗവാന്റെ പിതൃസഹോദരിയാണ് ശ്രുതകീർത്തി. അവരുടെ പുത്രിയായിട്ട് ഭദ്ര എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവളുടെ സഹോദരന്മാർ വന്ന് അപേക്ഷിച്ചു അവളെ വിവാഹം കഴിക്കണം. അപ്പോൾ അതും ചെയ്തു. പിന്നെ മാദ്രരാജാവിൻ്റെ പുത്രിയായ ലക്ഷ്മണയെയും സ്വയംവര സമയത്ത് വന്നിട്ട് അപഹരിച്ചു. അങ്ങനെയാണ് 8 കല്യാണങ്ങൾ ഉണ്ടായത്. അതിനുശേഷം നരകാസുരൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുത്രനാണ്. ഭൗമൻ എന്നാണ് ഇവിടെ പൂന്താനം പറഞ്ഞിരിക്കുന്നത്. ഭൗമഗൃഹേ ലഭിച്ചാൻ, ഭൗമഗൃഹത്തിൽ നിന്ന് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഭൗമൻ എന്ന് പറഞ്ഞാൽ നരകാസുരൻ. ഈ സ്ത്രീകളെ ബലാത്കാരമായിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് അപഹരിച്ചു കൊണ്ടുപോയിട്ട് അന്തപുരത്തിലിട്ട് കഷ്ടപ്പെടുത്തുമായിരുന്നു, പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ. ആ നരകാസുരനെ ഭഗവാൻ നിഗ്രഹിച്ചു. ഈ സ്ത്രീകളെയെല്ലാം ദ്വാരകയിലേക്ക് കൊണ്ടുപോയി അവരെ എല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു എന്നാണ് പറയണത്. അവർ ചോദിച്ചു, ഭഗവാൻ അവിടുന്ന് നരകാസുരനെ വധിച്ച് ഇവരെയൊക്കെ മോചിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ നരകാസുരൻ പിടിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ തടവിലിട്ടുള്ള ഞങ്ങളെ ഇനി ഞങ്ങളുടെ ഭർത്താക്കന്മാർ സ്വീകരിക്കില്ല. അപ്പം ഞങ്ങളെന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി ദ്വാരകയിലേക്ക്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ
അന്ന് കൊട്ടാരം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയണത്. സങ്കല്പിച്ചോളൂ, 16,000 ഭാര്യമാർ, 16,008 ഭാര്യമാർ, അവർക്കൊക്കെ ഓരോ കൊട്ടാരങ്ങൾ. എല്ലാം ഒന്ന് സങ്കല്പിക്കൂ കേൾക്കുന്നവർ. അത്ഭുതം അല്ലേ? പിന്നെ ശ്രീനാരദ മഹർഷി ഈ 16,008 പേരെ ഭഗവാൻ എങ്ങനെയാണ് ഈ ഭാര്യമാരോട് കൂടി ഒരു ക്ലേശവും ഇല്ലാതെ ഇങ്ങനെ സുഖമായിട്ട് താമസിക്കുന്നതിൻ്റെ ഒരു സാമർഥ്യം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നാരദ മഹർഷി ഒരിക്കൽ പോയി, ദ്വാരകയിലേക്ക് പോയി. ഒരേ ഒരു ശ്രീകൃഷ്ണൻ 16,008 ഭാര്യമാരും. നമുക്കിപ്പോൾ ഇവിടുത്തെ പുരുഷന്മാർക്ക് ഒരു സ്ത്രീയെ മര്യാദയ്ക്ക് നോക്കാൻ അത് തന്നെ ബുദ്ധിമുട്ടാണെന്നാണ് പുരുഷന്മാരുടെ ഒരു വയ്പ്പ്. അപ്പോൾ പിന്നെ ഈ 16,008 പേരെ എങ്ങനെ നോക്കുമെന്നാണ് നാരദ മഹർഷിയുടെ സംശയം. അത് ഭഗവാൻ തീർത്തു കൊടുത്തു. ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് വീണാവാണിയായിട്ട് രുക്മിണിയുടെ മന്ദിരത്തിലേക്കാണ് നാരദ മഹർഷി ആദ്യം ചെന്നത്. അപ്പോൾ ലീലാമാനുഷനാണ് ഭഗവാൻ. അതിപ്പോൾ നാരദ മഹർഷിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ നാരദ മഹർഷിയെ കണ്ടതേ ഭഗവാൻ പാദപൂജ ചെയ്ത് സ്തുതിച്ച് ഇരുത്തി. എന്നിട്ട് ഈ ഗൃഹാന്ധകൂപത്തിൽ പതിച്ച് ദുഃഖിക്കുന്ന അടിയനെ അനുഗ്രഹിക്കണേന്നിങ്ങനെ പ്രാർത്ഥിച്ചു അത്രേ ഭഗവാൻ. അപ്പോൾ സന്തുഷ്ടനായി നാരദർ അവിടുന്ന് അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. അത് കഴിഞ്ഞ് സത്യഭാമയുടെ ഗൃഹത്തിലെത്തി. അവിടെ ചെന്ന് കയറിയപ്പം ഭഗവാൻ സത്യഭാമയുടെ കൂടെ ചൂത് കളിക്കുകയായിരുന്നു അത്രേ. നാരദ മഹർഷിയെ കണ്ടപ്പോഴേ പരിഭ്രമായിട്ട് പാദവന്ദനമൊക്കെ ചെയ്ത് അവിടുന്ന് എപ്പോഴാണ് എഴുന്നള്ളിയേ, അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ, ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നു. അപ്പം നാരദർ വിചാരിച്ച് ഈ രുക്മിണി ഭവനത്തിൽ ഇപ്പം കണ്ടിട്ടല്ലേ ഉള്ളൂ, അപ്പം എത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഈ സത്യഭാമയുടെ ഗൃഹത്തിലെത്തിയ ഭഗവാൻ? അവിടെ നിന്നും ശ്രീനാരദൻ യാത്ര പറഞ്ഞിറങ്ങി കാളിന്തിയുടെ വീട്ടിൽ ചെന്നു, കൊട്ടാരത്തിൽ ചെന്നു. അവിടെ അത്ഭുതം, ഭഗവാൻ പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് സഭയിലേക്ക്, സുധർമ്മ സഭയിലേക്ക് ഉള്ള പുറപ്പെട്ട അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴും നാരദർക്ക് അത്ഭുതം. പിന്നെ നാരദനെ കണ്ട ഉടനെ ഭക്തി, അത് എല്ലായിടത്തും ചെല്ലുമ്പോഴും നാരദരെ കാണുമ്പോഴേ വന്ദിച്ച് പാദപൂജ ചെയ്ത് അനുഗ്രഹിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും ഭഗവാൻ. പിന്നീട് നാരദൻ ജാമ്പവതിയുടെ ഭവനത്തിലെത്തി. അവിടെ ഭഗവാൻ ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടായിരുന്നു. അതുപോലെ പിന്നെ ചെന്ന ഒരു ദിക്കിൽ പുരാണ വായന കേൾക്കുകയാണ്. വേറൊരു അടുത്ത് ചെന്നപ്പോൾ കുട്ടികളുടെ കല്യാണത്തിൻ്റെ ആഘോഷം, അതിനുള്ള ഒരുക്കങ്ങളാണ്. പിന്നെ ഇങ്ങനെ ശ്രീനാരദൻ അനേകം ഭവനങ്ങളിൽ പരിശോധിച്ചു. ഈ 16,008 കൊട്ടാരങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ പരിശോധിച്ചു. എല്ലാ ദിക്കിലും ഭഗവാനുണ്ട് എന്ന് മാത്രമല്ല, ഓരോ സ്ഥിതിയിലായിരുന്നു, ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് ഭഗവാനെ കണ്ടത്. ഒരു ദിക്കിൽ കണ്ടതായ ഭഗവാൻ ഒരു ദിക്കിൽ കണ്ട ഭഗവാന് മറ്റേ ദിക്കിലെ ഭഗവാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണ് ശ്രീനാരദർ അവിടെ കണ്ടത്. അങ്ങനെ അത്ഭുത സ്തബ്ധനായി നിൽക്കുമ്പോൾ നാരദനെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ട് ഭഗവാൻ മറ്റൊരു രൂപത്തിൽ നാരദൻ്റെ പിന്നാലെ കൂടി എന്നാണ് പറയണത്. ഇതും കൂടി കണ്ടപ്പോൾ നാരദ മഹർഷി ഭക്തി കൊണ്ട് അങ്ങോട്ട് പരവശനായി ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിച്ചു. ഭഗവാനെ യോഗേശ്വര, ഭക്തവത്സല, നിന്തിരുവടിയുടെ ദിവ്യലീലകൾ കണ്ടങ്ങനെ ആനന്ദിക്കാനുള്ള മോഹം കൊണ്ട് അടിയൻ ഒന്ന് പരിശോധിക്കാൻ പുറപ്പെട്ടതാണ് ഭഗവാനെ എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കണേ അടിയനെ, ഈ ഭഗവാന്റെ ഈ ദിവ്യലീലകൾ പാടിക്കൊണ്ട് നടക്കാൻ അനുഗ്രഹിക്കണേന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു ഭഗവാനോട്. അപ്പോൾ ശ്രീനാരദരോട് ഭഗവാന് ഭയങ്കര വാത്സല്യം തോന്നി. ഭഗവാൻ വാത്സല്യപൂർവ്വം പറഞ്ഞു, അല്ലയോ ദേവർഷേ, അന്യന്മാർക്ക്
ധർമ്മത്തെ ഉപദേശിക്കുകയും അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യാണ് ഞാൻ ചെയ്യണത്. അത് ഈ ഭഗവാൻ തന്നെ ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ മറ്റുള്ളവരും അത് ചെയ്തോളും എന്നാണ് ഭഗവാൻ പറയുന്നത്. ധർമ്മിഷ്ഠന്മാരെ അനുഗ്രഹിക്കുക, അതാണ് ഭഗവാന്റെ ഒരു ഇത്. അതിനായി ഇങ്ങനെ ഒരു ദേഹം സ്വീകരിച്ചു ഞാൻ. ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കാനും ധർമ്മിഷ്ഠന്മാർക്ക് അത് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുകയും ഒക്കെയാണ് ചെയ്യണത് ഞാൻ എന്നാണ് ഭഗവാൻ പറയണത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ദേഹം സ്വീകരിച്ചത് എന്ന്. ഒന്നിലും ബന്ധമില്ലാതെ എല്ലാം ചെയ്യണം. ഭഗവാന് ഒന്നിലും അറ്റാച്ച്ഡ് അല്ല, അതാണ് പറയണത്. താമരയിലെ വെള്ളം പോലെ എന്നാണ് പറയുക. എല്ലാം ചെയ്യും, എന്നാൽ ഒന്നിലും ബന്ധം വരുന്നില്ല, ബന്ധമില്ലാതെയാണ് ചെയ്യണത് എന്നാണ് പറയണത്. ഇതിനെ നേരിട്ട് വന്ന് കാണാൻ ശ്രമിച്ചല്ലോ ശ്രീ നാരദ മഹർഷി, അങ്ങക്ക് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രീനാരദ മഹർഷിയെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. ഭഗവാന്റെ നാമങ്ങളങ്ങനെ പാടി അത്ഭുത ലീലകളും പാടിയാണ് ശ്രീനാരദർ നടക്കണത് അല്ലേ? അത് നമുക്കറിയാലോ. അടുത്ത ഒരു ശ്ലോകം കൂടി നോക്കാം. എണ്ണായിരം നേരെ ഇരട്ടി നല്ലാർ നന്നായിരുന്നോരു വിഭൂതി കണ്ടാൽ കണ്ണായിരം പൂണ്ടവനും കൊതിക്കും പെണ്ണായിരുന്നാവിതു പത്മനാഭ. 8000 നേരെ ഇരട്ടി നല്ലാർ, 8000ത്തിൻ്റെ ഇരട്ടി 16000. നല്ലാർ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ പത്നിമാർ. നന്നായിരുന്നൊരു വിഭൂതി കണ്ടാൽ അങ്ങനെ ഓരോരുത്തരും ഓരോ കൊട്ടാരത്തിൽ ഭഗവാനോട് കൂടി സുഖമായിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഐശ്വര്യം കണ്ടാൽ കണ്ണായിരം പൂണ്ടവനും, 1000 കണ്ണുള്ള ആരാ? ദേവേന്ദ്രൻ. ആ ദേവേന്ദ്രനും ഒരു പെണ്ണായിരുന്നെങ്കിൽ എന്ന് കൊതിയാവും. എനിക്കൊരു പെണ്ണായിരുന്നാൽ മതിയായിരുന്നു എന്ന് ആ ദേവേന്ദ്രനും കൊതി വരും എന്നാണ് പൂന്താനം പറയണത്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.